ഇങ്ങനെ പാവങ്ങൾ പിഴിഞ്ഞെടുക്കല്ലേ. കടലാണോ? ശരിക്കും നോക്കിയില്ലേ? ഇതല്ല കട്ടെടുത്ത സാധനം പറഞ്ഞേ. കട്ടെടുത്തോ? അനാവശ്യം പറയരുത് കേട്ടോ. വീണെടുത്ത് കിടന്നുള്ളാതെ അതിങ്ങടുത്ത് കൊടുത്തേക്ക് പെണ്ണേ. എന്തോ സാധനം കൊടുക്കാൻ അയാൾ പറയുന്നേ? നീ കട്ടെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോടി കള്ളി. കള്ളി നിങ്ങളുടെ അടിച്ചു ഞാൻ. എന്തോന്നാടോ കൊടുക്കണ്ടേ? മര്യാദക്ക് സാധനം തന്നില്ലെങ്കിൽ പിടിച്ചാൽ പോലീസിലേപ്പിക്കും പറഞ്ഞേക്കാം. ഓ പോലീസ്, കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ വരട്ടെ കൈയിരിക്കട്ടെ. പോലീസ് കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളെ ഈ കടയിൽ സോപ്പ് ഓടിച്ച് അതാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ പോകാം. പോലീസിനെ പട്ടാളെന്ന് വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവളെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാം. എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. എന്താ പ്രശ്നം? എന്താ കടയിൽ സോപ്പ് പൊട്ടിച്ചു? ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ചേട്ടി പോലീസിലേപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയാണോ? ആണോ? നീ കേട്ടോ? പിന്നെ ആരാ കണ്ടത്? ഇയാൾ എന്തുവാ കണ്ടത്? ഈ കുട്ടി കടയിൽ അങ്ങനെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കണ്ടു അത് എന്ത് ചെയ്തെന്ന് പറയണം. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? ഞങ്ങൾ എന്താ തെരുവ് ജീവിക്കുന്നവർക്ക് മര്യാദ ഇല്ലെന്ന് വിചാരിച്ചോ? നീ നടക്കുമ്പോളെ വളരെ മോശമായി പോയി കേട്ടോ. സോപ്പ് ഞാൻ തരാം. ഒരു പാവം പെൺകുട്ടിയുടെ മാനം നടു റോഡി വെച്ച് പൊട്ടിത്തെറിക്കണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇറങ്ങിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യം പറയാത്ത കുമാരി കസ്തൂരി അണ്ണനോട് സത്യം പറ. അവിടെ എന്താ അടിച്ചു മാറ്റിയത്? അടിച്ചു മാറ്റാതിരിക്കണമെങ്കിലേ കസ്തൂരി കസ്തൂരി അല്ലാതായിരിക്കണം. ഇങ്ങെടുത്തേ. ഇങ്ങെടുക്കാൻ ഇതാ മോളെ. പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത്. ആര് കണ്ടില്ലേലും ദൈവം കാണും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്നത് മതി. അല്ലാത്തൊന്നും ആശിക്കരുത്. മോക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാ പോരെ. നമുക്കിനി ആ ശീലം വേണ്ട. നീ കയറ്. എങ്കിൽ നടന്നു വാ. സൈക്കിൾ അഭ്യാസി അല്ലേ? പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല, പാട്ടും ഡാൻസും തോലുവായനും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണമെന്നും കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ. നന്നായിരിക്കുന്നു. നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ കാക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തണുക്കുന്നതോടൊപ്പം മനസ്സും തണുക്കും. കയറി വന്നോളൂ. വേണ്ട, അയിത്തോം തീണ്ടലും ഒന്നുമില്ല. താൻ കയറി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക. പണ്ടും കാരണവന്മാര് എന്റെ പേര് കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ട് നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളരുതാത്തവൻ, താൻ തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. താനിരിക്ക. ഇരിക്കടോ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞി വെക്കലും ഒക്കെ തനിച്ചാണ്. പരിചയം വേണ്ട. കുടുംബമൊക്കെ ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി. ഇതായിപ്പോ എന്റെ കുടുംബം.
അവസാനമായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സകലകലാ വല്ലഭനായ ശ്രീമാൻ ശങ്കു നിങ്ങളെ ഏവരെയും രസിപ്പിക്കുന്നതിന് വേണ്ടി ചില കൺകെട്ട് പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് പന്ത് എന്ന കുന്തം. കസ്തൂരി ബോളിവുഡ് ഏതാനും പന്തുകൾ കൊണ്ട് ചില കൺകെട്ട് വേലകൾ അദ്ദേഹം കാണിക്കാൻ പോവുകയാണ്. என்ன பால் நல்லா பாருங்க, நல்லா பாருங்க. ആകാശത്തേക്ക് വലിച്ചെറിച്ച റബ്ബർ പന്ത് ജീവനുള്ള തവളയായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഒരു സഹോദരൻ ആ തവളയെ എടുത്തുകൊണ്ട് ചുട്ടുതിന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാ മറ്റൊരു പന്ത് തവളയായി ഞങ്ങളുടെ അംഗമായ പരമന്റെ പോക്കറ്റിലേക്ക് വീടിരിക്കുകയാണ്. കുട്ടിയെല്ലാം ചേർത്ത് കൈയെടുത്ത് അടിക്കൈ. நம்ம பருவனுக்கு என்ன ஆச்சு? தெரியாது, பைத்தியம் பிடிச்சிருக்கு போல இருக்கு இந்த பைத்தியம் ஏறி போச்சு. ஆமா மாத்திரை பரமா. നീ വലിയ അഭ്യാസക്കാരൻ തന്നെ, അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിന്നെ പോലെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുകയാണ് ഈ കൂട്ടത്തിൽ. എന്നെ കൊച്ചാക്കരുത്. എന്ത് പറ്റി? നിന്റെ അവളുടെയും തമാശ നാട്ടുകാർക്ക് നല്ലോണം സൂഹിക്കുന്നുണ്ട്, നിങ്ങളും നല്ലോണം സൂഹിക്കുന്നുണ്ട്. അതിനിപ്പോ എന്ത് വേണം? ഇങ്ങനെയാണെങ്കിൽ പരമനും ഒന്ന് സൂഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. സൂഹിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ സൂഹിക്കും. സൂഹിച്ചോ? അയ്യോ അയ്യോ, നേരം പാതിരിയായിട്ടും അടങ്ങിയില്ലേ കാലമാടന്മാരെ? അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞതോ? പരമൻ ചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റുന്നു. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമൻ ചേട്ടനെയോ? ഏയ്, പരമൻ തൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനൊന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശങ്കു എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു. കുറച്ചു നേരത്തെ അവൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. തെറ്റിപ്പോയി. ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയാതിരുന്ന ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കടുത്ത ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസ്ലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പം. എത്രയായി? മുടിയോണ്ട് എങ്ങനെയാ കാറേറ്റി വലിക്കുക? സരസ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് ശക്തി ഉണ്ടാ? പിന്നെ ശക്തി ഉണ്ടാവൻ ഇരുമ്പാ തിന്ന. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഉണ്ണിക്കുട്ടൻ. ശ്രീകുട്ടി വരണുണ്ടോ? കാത്തേക്കണം. ഇപ്പൊ വരാട്ടോ. എവിടെ പോവാ? അമ്പലത്തില്. കൺകെട്ടറിയാന്ന് സരസ് പറഞ്ഞല്ലോ. അറിയോ? ഒന്ന് കാണിച്ചു തരാ. കാണാൻ വരണമെന്നൊക്കെ മോഹമുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. ഒന്ന് കാണിച്ചു തരൂ. ഒന്ന് കാണിച്ചു തരൂ. ശരി. ഇത് കണ്ടല്ലോ, കണ്ടല്ലോ. പന്ത് എവിടെ പോയി? പന്ത് എവിടെ പോയി? പന്ത് പന്ത് തവളയാക്കോ?
പന്ത് തവളയല്ല, പൂച്ചയാക്കാം. പൂച്ച അല്ല, ഈ പന്ത് വേണ്ട. ചേച്ചിയുടെ കയ്യിൽ എന്താ? നേരെ നോക്കിയേ. ആണല്ലോ. ഇപ്പൊ നോക്കിയേ. വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ചത്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം. പൂച്ചയുടെ വീട്ടിൽ പോയി. ശരി. ഒരുപാട് പഴക്കമുണ്ട്, ശബ്ദമൊന്നും ശരിയല്ല. ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശങ്കു. ഒഴിവാക്കിക്കളാ. തെരുവിലായാലും അപശബ്ദം പാടില്ലല്ലോ. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു തെരുവി വെച്ച് ആശാൻ എന്റെ കൈ തന്നതാ. ഇപ്പൊ ഇവന്റെ താളമാ എന്റെ താളം. അത്രക്ക് ഞാൻ വിചാരിച്ചില്ല. പഠിക്കണേ. പഠിക്കണേ. ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഒരു 3-4 ദിവസം പിടിക്കും. അതുവരെ തന്റെ ആവശ്യത്തിന് ഇത് വെച്ചോളൂ. എന്തിനാ മടിക്കണേ? വാങ്ങിച്ചോളൂ. പണി തീർത്ത് വെച്ചതാ, ആരും കൈവച്ചിട്ടില്ല. ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ. ഇരിക്ക. വരാം. അറിയോ, കാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല ഇപ്പോ. സൈക്കിൾ അഭ്യാസി. തരികിട അഭ്യാസം മാത്രമല്ല, സംഗീതവും ഉണ്ട് ആവശ്യത്തിന്. സാവിത്രിക്കുട്ടി എന്റെ മരുമകളാ. ഞാൻ ഇറങ്ങട്ടെ.